വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓർക്കാട്ടേരി ചന്തയിൽ പോവാണ്. കുറേ ആളുകൾക്കൊക്കെ ഈ ഓർക്കാട്ടേരി ചന്ത എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഓർക്കാട്ടേരി എന്ന് പറയുന്നത്, അതായത് വടകരയിൽ നിന്ന് ഒരു 8.5 കിലോമീറ്റർ മാറിയിട്ട് ഓർക്കാട്ടേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഫെസ്റ്റ് എന്നോ കാർണിവൽ എന്നൊക്കെ പറയാം. ഇതൊരുപാട് പണ്ട് തൊട്ടേ ഉള്ളൊരു കാർണിവലാണ് കേട്ടോ. ഞങ്ങളിതിനെ ചന്ത എന്നാണ് പറയുക. അപ്പം ഇത് എന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്ന് എന്നാണ് പറയപ്പെടുന്നത്. അത്രത്തോളം വലിയതാണ്, അത്രത്തോളം തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇപ്പം നാട്ടിൽ ഒരു 4-5 വർഷമായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ചന്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് വലിയതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ഇതേ സ്ഥലത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തു നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ വരും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ദിവസം. അപ്പം ശരിക്കും പറഞ്ഞാൽ കാല് കുത്താൻ സ്ഥലമില്ല എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിന് മുന്നേ വന്നിട്ടില്ല കേട്ടോ. ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എപ്പോഴും നാട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ വരാനോ ഇത് കാണാനോ എന്നുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ചാച്ചുവും ഞാനും രണ്ടുപേരും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ കൂടുതലും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകളിലാണ് കേട്ടോ കയറിയത്. മിക്കവാറും എല്ലാ റൈഡുകൾക്കും 80 രൂപയാണ് കേട്ടോ. ചിലതിനൊക്കെ 100 രൂപയൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ കയറിയതിനൊക്കെ 80 രൂപയായിരുന്നു. പിന്നെ ശരിക്കും ചാച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡുകളുണ്ട്, അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കുള്ള റൈഡുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഇതുപോലത്തുള്ള വലിയ തോണികളും വലിയ ആകാശത്തൊട്ടിലും ഒക്കെ ഒരുപാടുണ്ട്. മരണക്കിണറെല്ലാം ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ട്. എത്ര നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല കേട്ടോ. അത്രത്തോളം ഉണ്ട്, ഒരുപാട് സമയം വേണ്ടി വരും. ഇനി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം സമയമില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാവനെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. തണുപ്പൊക്കെ ആയതുകൊണ്ട് വാവേനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മരണക്കിണറാണ് കേട്ടോ. അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അത്രത്തോളം അടിപൊളിയായിരുന്നു. ആകെ 5 മിനിറ്റേ ഉള്ളൂ, 80 രൂപയാണ്. പക്ഷേ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതിലെനിക്ക് എടുത്തു പറയേണ്ടത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കാറിൽ. അവൾ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പറയായിരുന്നു ഒരു ചെലന്തീനെ പോലെയൊക്കെ അവളിങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകുന്ന കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര രസമുണ്ടായിരുന്നേ. അപ്പം നിങ്ങൾ ഇവിടെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കഴിഞ്ഞാൽ ഈ മരണക്കിണറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതൊക്കെ മാത്രമല്ലാണ്ട് ഇവിടെ ഫുഡിൻ്റെ തന്നെ ഒരു പ്രത്യേക ഭാഗമുണ്ട് കേട്ടോ. അവിടെ ജ്യൂസുകളും പാനിപൂരി, മുളക് ബജി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കൂടാണ്ട് തന്നെ പിന്നെ വളച്ചന്ത, കന്നുകാലിച്ചന്ത, അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്പ് വെറൈറ്റി ചന്തകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ തന്നെ. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ കണ്ട ഒരു ഓർക്കാട്ടേരി ചന്ത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫെബ്രുവരി 5-ന് മുന്നേ പോയി നോക്കൂ കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 5 വരെ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.